കൂടപ്പിറപ്പുകൾക്കിടയിൽ സ്വത്ത് തർക്കം സർവ്വസാധാരണമാണ്. എന്നാൽ സ്വത്ത് തർക്കം മൂർച്ഛിച്ചപ്പോൾ ഇളയ സഹോദരൻ മൂത്ത സഹോദരനെ നൈസായിട്ട് ഇതിനകത്ത് വെച്ച് തന്നെ അങ്ങ് കൊന്നുകളഞ്ഞു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതേ വീടിന്റെ പറമ്പിനുള്ളിലെ കിണറ്റിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തുകയുണ്ടായി. ഈ രണ്ട് കഥകളും അല്പം പൊടിപ്പും തൊങ്ങലും ഒക്കെ കൂടെ ചേർത്ത് കാലാകാലങ്ങളായി വിളമ്പി വന്നപ്പോൾ ഡിമെല്ലോ ഹൗസ് എന്ന ഈ മണിമാളിക ഒരു പ്രേതാലയമായി മാറി. സൗത്ത് ഗോവയിലെ മഡ്ഗാവിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ സാന്റോളിം എന്ന ഗ്രാമത്തിലെത്തും. സാന്റോളിമിലാണ് 16-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ഇൻഡോ പോർച്ചുഗീസ് ശൈലിയിലുള്ള ഡിമെല്ലോ ബംഗ്ലാവ് നിൽക്കുന്നത്. അതിവിശാലവും മനോഹരവുമായ ഈ ബംഗ്ലാവിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഡിമെല്ലോ സഹോദരന്മാർക്കിടയിൽ തർക്കം പതിവായിരുന്നു. ഒരു ദിവസം വാക്ക് തർക്കം കയ്യാങ്കളിയിലേക്ക് കടക്കുകയും അനിയൻ ജ്യേഷ്ഠനെ കൊന്ന് ഈ പറമ്പിന്റെ പുറകിൽ തന്നെ കുഴിച്ചിടുകയും ചെയ്തു. ഇനിയാണ് ട്വിസ്റ്റ്. ദിവസങ്ങൾക്കുള്ളിൽ മുകളിലത്തെ നിലയിൽ നിന്നും അനിയനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. കുറ്റബോധം സഹിക്കാതെ അനുജൻ ആത്മഹത്യ ചെയ്തതാണെന്ന് ഒരു പക്ഷം പറയുമ്പോൾ പ്രതികാരദാഹിയായ ജ്യേഷ്ഠന്റെ ആത്മാവ് അനുജനെ കൊന്നുകളഞ്ഞു എന്നാണ് മറ്റൊരു പക്ഷം പറയുന്നത്. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ്. സ്വത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിയ രണ്ടുപേരും മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ അടുത്ത ബന്ധുക്കൾ ബംഗ്ലാവിന്റെ അവകാശികളായി. പക്ഷെ ഇവരും ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടതോടെ ഈ വീട് പൂർണ്ണമായും അനാഥമായി. നിധി കാക്കുന്ന ഭൂതങ്ങൾ പോലെ ഡിമെല്ലോ സഹോദരന്മാരുടെ ആത്മാക്കൾ ഇന്നും ഈ വീടിന് കാവലിരിക്കുന്നു എന്ന കരക്കമ്പി കൂടിയായപ്പോൾ ഇവിടെ താമസിക്കാൻ അധികം ആർക്കും ധൈര്യമുണ്ടായില്ല. ഇവര് തമ്മിൽ നിർത്താതെ കലഹിക്കുന്നതിന്റെ ശബ്ദം എന്നും രാത്രി കേൾക്കാമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. പിൽക്കാലത്ത് ഡിമെല്ലോ ബംഗ്ലാവിന്റെ പിൻവശത്തുള്ള കിണറ്റിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു പ്രേതാലയമായിട്ട് നാട്ടുകാർ പ്രഖ്യാപിച്ചു. സത്യം എന്തു തന്നെയായാലും എപ്പോഴും ഒരു അരിച്ച തണുത്ത കാറ്റ് വീശാറുള്ള ഈ ബംഗ്ലാവ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം തന്നെ വിട്ടുകൊടുത്തിട്ടാണ് ഓരോ മനുഷ്യനും മരണത്തിന് കീഴടങ്ങേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ.